ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ കക്കാട് കരിമ്പിൽ കാച്ചിൽ ഭാഗം മുതൽ കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള റോഡ് വർക്കിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ദേശീയപാത 66 കാച്ചിൽ ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടക്കാനുള്ള ഒരു എക്സിറ്റ് വരുന്നുണ്ട്. അതാണ് ഈ ഇടത് ഭാഗത്ത് കാണുന്നത്. മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവാനുള്ള ഒരു ഭാഗമാണ്. ഇതിലൂടെ മെയിൻ റോഡിലേക്ക് കടക്കാൻ പാടില്ല. മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കടക്കാൻ മാത്രമുള്ള ഒരു എക്സിറ്റ് ആണ്. എക്സിറ്റ് ചെയ്യുന്നിടത്ത് എൻട്രി ചെയ്യാനും അതുപോലെ എൻട്രി ചെയ്യുന്നിടത്ത് എക്സിറ്റ് ചെയ്യാനും പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപകടം കൂടിയാൽ ഈ റോഡിൽ അതിന്റെ തീവ്രത വലിയ രീതിയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കാച്ചടിയിൽ നിന്ന് എന്നിയൊരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നീല മതിൽ ഭാഗത്താണ് ക്യാൻവാസൽ കമ്പനി ഈ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ ഭാഗത്തോട്ടൊക്കെ റോഡ് നിർമ്മാണത്തിനായി സാധനങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൂഞ്ചിന ഭാഗത്തും ഇതുപോലുള്ള കമ്പനി സ്ഥലമുണ്ട്. അങ്ങനെ വലിയൊരു ടൗണിന്റെ മുകളിലൂടെയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ടൗണ് താഴത്തും പുതിയ റോഡ് മുകളിലൂടെയായിട്ടാണ് കടന്നു പോകുന്നത്. എന്നിവര് പൂക്കിപ്പറമ്പ് ഭാഗത്തെ ഇടയിലുള്ള മോഡേൺ ഹോസ്പിറ്റലിന്റെ ഭാഗത്തോട്ട് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കുറെ ഷോറൂം ഒക്കെ ഉണ്ട്. രണ്ട് സൈഡിലായിട്ട് നല്ല അടിപൊളി റോഡാണ്. പൂക്കിപ്പറമ്പ് എത്തിയിട്ടുണ്ട്. പൂക്കിപ്പറമ്പ് മോഡേൺ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് ലെഫ്റ്റ് കാണുന്നത്. പൂക്കിപ്പറമ്പ് ഒരു എൻട്രി ഇടുന്നുണ്ട്. ഈ റോഡിലേക്ക് സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ളത് എൻട്രി പോയിന്റ് ഉണ്ട്. Everyone is so loud. I just want a little bit of peace and quiet. Keep it quiet. Give me a sense of direction. Give me some time for introspection. 'Cause I need to keep on going. I need to keep on going. I need to be afloat. കോഴിച്ചന ഭാഗത്ത് നിന്ന് ഓവർപാസിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. കോഴിച്ചന ഭാഗത്ത് വരുന്ന ഓവർപാസ് ആണത്. അത്യാവശ്യം താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. റോഡ് സമാന്തരമായി നിർമ്മിക്കാൻ വേണ്ടി മണ്ണ് താഴ്ത്തിയ ഒരു ഭാഗമാണത്. ഇവിടെ ഒരു സൈഡ് താൽമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ സൈഡിൽ പാറൊക്കെ ആയിരുന്നു. പാറൊക്കെ മാറ്റിപ്പോൾ താൽമുക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഈ താൽമുക്ക് സൈഡിൽ കുറച്ച് ഭാഗം കൂടെ കഴിഞ്ഞാൽ ഇവിടെ ലൈൻ ഇറക്കുന്ന വർക്കും സെന്ററില് ഡാഷ് ബാരിന്റെ വർക്കും അതിൽ പെയിന്റ് ഇറക്കുന്ന വർക്കും ചെയ്യാനുണ്ട്. ഈ കുറച്ച് ഭാഗം മാത്രം. ബാക്കിയുള്ള ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും ലൈന് വെച്ചിട്ടുണ്ട്. ചില ഭാഗത്ത് ഇതുപോലെ ക്യാഷ് ബാർ സെന്ററിൽ വെക്കാനുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് കുറച്ച് എമൗണ്ട് പോയാൽ പൂർണ്ണമായി ക്യാഷ് ബാർ വെച്ച്
അത് പെയിന്റ് അടിച്ച് റോഡിന് ലൈനൊക്കെ വെച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ലൈൻ വരയ്ക്കുന്ന വർക്കും അതുപോലെ കാഷ്ബാറിന്റെ ഭാഗത്ത് പെയിന്റ് അടിക്കുന്ന വർക്കൊക്കെ ചെയ്യാനുള്ളത്. പാറക്കണ്ണല്ല ട്രാക്ടർ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പച്ച രേഖയുണ്ട്. ഉടൻ തന്നെ അടുത്ത ആഴ്ചയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും ലൈൻ വരച്ച് ഇവിടുത്തെ സൈഡത്തെ മണ്ണൊക്കെ ഇട്ട് ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും. മാത്രമല്ല സുഹൃത്തുക്കളെ, കോട്ടക്കൽ ബൈപ്പാസിന്റെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഉടൻ തന്നെ ഈ മാസം തന്നെ അക്വാറും അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതായിരിക്കും. ആ സൈഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെങ്കുവട്ടി എടരിക്കോട് ഭാഗത്തൂടെ വാഹനം കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തിലോട്ട് പോകുന്നവർക്ക് പോകേണ്ട ആവശ്യമില്ല. നേരെ ഇതിലൂടെ ചെനക്ക സ്വാഗതനാട് വഴി തൃശ്ശൂരിലേക്കും അതുപോലെ സ്വാഗതനാട് പാലച്ചരനാട് ഭാഗത്തിലൂടെ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തോട്ടും പോകാൻ സാധിക്കും. ഈ റോഡ് പൂർത്തിയാകുന്നതോടെ നിലവിൽ നിങ്ങൾക്ക് 8-9 കിലോമീറ്റർ ചുറ്റേണ്ട ഭാഗം ഈ റോഡ് വരുന്നതോടെ വെറും 4 കിലോമീറ്റർ മാത്രമായി ചുരുങ്ങും. മാത്രമല്ല വീതി കൂടിയ റോഡാണ്. കയറ്റങ്ങളില്ല, ഇറക്കങ്ങളില്ല. മിനിറ്റുകൾ കൊണ്ട് ഈ 4 കിലോമീറ്റർ കഴിയും. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കക്കാട് മുതൽ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസ് വരെ ഏകദേശം 11 മിനിറ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മീഡിയം ലെവലാണ് വാഹനം ഓടിച്ചു പോയത്. അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. 10-15 കിലോമീറ്റർ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, വയൽ ഭാഗത്തെ കാഴ്ചകളാണ് കോട്ടക്കൽ ബൈപ്പാസിലെ. കോട്ടക്കൽ ബൈപ്പാസിൽ വരുന്ന ഒരു എൻട്രി പോയിന്റ് ആണിത്. ഈ സൈഡില് 2 സൈഡിലും വയൽ ഭാഗമാണ്. സൈഡ് ഭാഗത്തൊക്കെ ക്രാഷ് ബാർ വെച്ചിട്ടുണ്ട്. അതിന് ചാരിയിട്ട് ടർഫിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ കോട്ടക്കൽ ബൈപ്പാസ്. നിരവധി യാത്രക്കാരും ഇവിടെ സൈഡാക്കിയിട്ട് ഫോട്ടോകളും വീഡിയോസും ഒക്കെ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല കുറെ വാഹന യൂസർ ഷോറൂമുകൾ ഇപ്പോൾ ഇതിലൂടെയാണ് അവരുടെ വാഹനങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഉടൻ തന്നെ ഈ മാസം തന്നെ ഇവിടെ തുറന്നു കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വൺ സൈഡ് ടാറിംഗ് വർക്ക് മാത്രം ഇനി ചെയ്യാനുള്ളൂ. അത് ഒരു 220 മീറ്റർ മാത്രം. അതിന്റെ മറു സൈഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഭാഗമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഈ കോട്ടക്കൽ ബൈപ്പാസിൽ 2 വയലറ്റ് ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിലൊരു വയലറ്റ് ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഏകദേശം ഒരു തെങ്ങിന്റെ ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള വയലറ്റ് ബ്രിഡ്ജാണ്. 2 തൂണുകളായി നിർമ്മിച്ചൊരു വയലറ്റ് ബ്രിഡ്ജാണ്. കുറച്ച് ഭാഗം മാത്രം കട്ടവച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ വയലറ്റ് ബ്രിഡ്ജിൽ. മമ്മാരിപ്പടി ഭാഗത്തും ഒരു വയലറ്റ് ബ്രിഡ്ജ് ഉണ്ട്. അത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മുടെ പാലച്ചമ്മാട് മമ്മാരിപ്പടി ഭാഗത്ത് അതുപോലെ ഒരു വയലറ്റ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ അതങ്ങോട്ട് കട്ടച്ചോട്ട് മണ്ണിട്ട് ഉയർത്തിയും പാറത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡ് നിർമ്മിക്കുന്നതിന് മുന്നേ വളരെ ടാസ്ക് ഏറിയ ഒരു ഭാഗം തന്നെയായിരുന്നു. കയറ്റങ്ങളും താഴ്ചയുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് പൂർണ്ണമായി സമാന്തരമായിട്ട് നിർമ്മിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ സുഹൃത്തുക്കള്, സ്വാഗതമാട് ഭാഗത്തുള്ള വർക്ക് നടക്കുന്ന ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യം പാറകളുണ്ട്, കരിമ്പാറാണ്. അത് പൊട്ടിച്ച് നീക്കുന്ന വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 20 മീറ്റർ പാറയാണ്, ഫുള്ളായിട്ട് കരിമ്പാറാണ്. അത് മെഷീനെ ഉപയോഗിച്ച് JCB കരിങ്കില് പൊടിക്കുന്ന ഒരു JCB ഉപയോഗിച്ചാണ് ഇത് പൊട്ടിച്ച് മാറ്റുന്നത്. ആ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ശക്തമായ ഒരു പാറയാണ്. അപ്പൊ അത് വെടിമരുന്നൊന്നും ഉപയോഗിച്ച് ഇവിടെ പൊട്ടിക്കാൻ സാധിക്കില്ല. അത്യാവശ്യം താഴ്ചയിൽ മണ്ണെടുത്ത് നിർമ്മിച്ചിട്ടുള്ള റോഡാണ് ഈ ഭാഗത്ത്.
നല്ല ശക്തമായ കരിമ്പാറ. അതാണ് ഇവിടെ കുറച്ച് വർക്ക് ഇതായിട്ടുണ്ട്, ഡിലായിട്ടുള്ളത്. ഉടൻ തന്നെ തീർക്കുന്നതായിരിക്കും. ഈ ഓൺ സൈഡ് പൂർണ്ണമായിട്ടും ടാറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. മിക്കവാറും വാഹനങ്ങൾ ഉടൻ തന്നെ കടത്തി വിടുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ഓൺ സൈഡ് പൂർണ്ണമായിട്ടും പുതിയ ടാറിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 3 വരി ലൈന് മിക്കവാറും ഉടൻ തന്നെ വിരിക്കുന്നതായിരിക്കും. ഈ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ വളരെ പെട്ടെന്ന് കോഴിക്കോട്, തൃശ്ശൂര്, കേരളം മൊത്തം ഈ റോഡിലൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതിമനോഹരമായ ഒരു ബൈപ്പാസ് തന്നെയാണ്. പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കോട്ടക്കൽ ബൈപ്പാസ്. അപ്പൊ സുഹൃത്തുക്കളെ, മാക്സിമം നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.